ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ 2 മാസമായിട്ട് മൈൻ ചെയ്തുകൊണ്ടിരിക്കുകയും മൈനിങ് അവസാനിക്കുകയും ചെയ്തു കഴിഞ്ഞ ഡോക്ടർ എക്സിൻ്റെ വന്നിട്ട് ടോക്കണോമിക്സ് ഇവിടെ വന്നിട്ടുണ്ട്, ടോട്ടൽ സപ്ലൈ വന്നിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ സപ്ലൈ വന്നിട്ട് ഇത്രയാണ് കാണുന്നത്, ഒരു 20,000 കോടിയോളം സപ്ലൈ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ വന്നിട്ട് ഒരു 70% കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 5% ION കമ്മ്യൂണിറ്റി, നമ്മൾ ഐസ് നെറ്റ്വർക്കിൽ മൈൻ ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾ ആപ്ലിക്കേഷനൊന്നും ഡിലേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 5% ഡിസ്ട്രിബ്യൂഷൻ അവിടെ നടക്കും. അത് കഴിഞ്ഞ് 10% ലിക്വിഡിറ്റി, അതുപോലെ 8% മാർക്കറ്റിംഗ്, 7% വന്നിട്ട് ടീം ആൻഡ് അഡ്വൈസേഴ്സ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വന്നിട്ട് ടോട്ടൽ സപ്ലൈയും ഡിസ്ട്രിബ്യൂഷൻ ഇത് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 20-ാം തീയതിയോടുകൂടി ഇത് ലിസ്റ്റാകാനാണ് സാധ്യത. അപ്പോൾ ഇത് എങ്ങനെ ഫ്രീ ആയിട്ട് ഇവർ തരുമോ അതല്ല ഗ്യാസ് ഫീ പേ ചെയ്യേണ്ടി വരുമോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അത്യാവശ്യം എല്ലാവരുടെ കയ്യിൽ 1 ലക്ഷം 1.5 ലക്ഷം അങ്ങനെ ടോക്കൺസ് ഉണ്ട്, ഒരു റെഫറൽ പോലും ഇല്ലാത്തവർക്കും ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തവർക്ക്. ഓക്കെ, എങ്കിലും വലിയൊരു വാല്യൂ വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം 10,000 കോടിയിൽ 1 ലക്ഷമോ 2 ലക്ഷമോ 5 ലക്ഷമോ ഒന്നും വലിയൊരു വാല്യൂ വരത്തില്ല. അപ്പോൾ എങ്കിലും എന്താണ് വിഡ്രോ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഫർദർ അപ്ഡേറ്റ് വരുന്നതനുസരിച്ച് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് രണ്ടാമത് കണ്ട ഒരു അപ്ഡേറ്റാണ് സ്നോഡെക്സ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് ഈ ആപ്ലിക്കേഷൻ അഥവാ ടെലഗ്രാം ബോട്ട് വർക്കാകുന്നില്ല. അപ്പോൾ പലരും ചോദിച്ചു, പക്ഷേ അപ്ഡേറ്റ് ഒന്നും വരാത്തതുകൊണ്ട് ഞാൻ പലതിന് റിപ്ലൈ കൊടുത്തില്ല. അപ്പോൾ വീണ്ടും അവർ പറയുന്നത് ഡിസംബർ 15-ന് വീണ്ടും ഇതിൻ്റെ മൈനിങ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ജനുവരി 8 വരെ, അടുത്ത വർഷം 8 വരെ ഉള്ളത് അണ്ടിൽ ജനുവരി 8 റീസെറ്റ് ആസ് ഷുഡ് യൂസർ. നമ്മൾ മൈൻ ചെയ്തിരിക്കുന്ന പോയിൻറ്റ്സൊക്കെ അവർ റിക്കവർ ചെയ്ത് തരുമെന്നാണ് പറയുന്നത്. ഈ ഇത് വന്നിട്ട് ഐസ് നെറ്റ്വർക്കിൻ്റെ തന്നെ ഒരു ഡെക്സ് ആണ്, ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആയിട്ടാണ് ഇത് വരുന്നത്, സ്നോഡെക്സ്. അപ്പോൾ ആക്റ്റീവായിട്ട് മൈൻ ചെയ്യുക. ഇത് വലിയ സപ്ലൈ ഒക്കെ വളരെ കുറവാണ്, അപ്പോൾ അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ നെക്സ്റ്റ് പിന്നെ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റാണ് AZ കോയിനർ. അപ്പോൾ ഇപ്പോൾ നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനാകട്ടെ ടെലഗ്രാം ബോട്ടാകട്ടെ എല്ലാറ്റിലും വലിയ വലിയ അപ്ഡേറ്റുകൾ വരുന്നു. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, ഇവരുടെ ടോട്ടൽ സപ്ലൈ ഇതിൽ വന്നിട്ടുണ്ട് 5 ബില്യൺ, 5 ബില്യനാണ് ഇവരുടെ ടോട്ടൽ സപ്ലൈ. അപ്പോൾ അതിൽ വന്നിട്ട് നമുക്കൊരു 51%, ഒരു 51% നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് മൈൻ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ്. ബാക്കി 31 കോൺട്രിബ്യൂട്ടേഴ്സ്, അതുപോലെ തന്നെ 17% ഇൻവെസ്റ്റേഴ്സ്, അത് കഴിഞ്ഞ് 1% പാർട്ട്ണർ ആൻഡ് അഡ്വൈസേഴ്സ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ടോക്കണിൻ്റെ ഒരു അലോക്കേഷൻ വരുന്നത്. എങ്കിലും ഇതിൽ വളരെ സ്ലോ മൈനിങ് ആണ്. അപ്പോൾ ആരെയും റെഫറൊക്കെ ചെയ്യാത്തവർക്ക് ഒരു 300 മുതൽ 500 ടോക്കൺ വരെയൊക്കെ ഇതിൽ കാണുന്നുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് റെഫറലൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കൊന്ന് 1000-1500 ടോക്കൺ അങ്ങനെയൊക്കെയാണ് കാണുന്നത്. എങ്കിലും ഇതിൻ്റെ KYC സ്ലോട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് KYC എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ വീഡിയോ ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് ഒരു അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അടുത്ത് പിന്നെ കണ്ട ഒരു അപ്ഡേറ്റാണ് BNB നെറ്റ്വർക്ക്. ഇത് എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നും വരുന്നില്ല ഇതിൽ ഇന്ന് എന്തെങ്കിലും കിട്ടുമെന്നുള്ളത്. ഒരു പ്ലേ സ്റ്റോറിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്ന് പറയുന്നു, പക്ഷേ ഞാൻ നോക്കിയിട്ട് ഇതുവരെയും ഒരു അപ്ഡേറ്റും കണ്ടിട്ടില്ല. എങ്കിലും മൈൻ ചെയ്യുന്നു, അതുകൊണ്ട് നമുക്കിത് എന്തെങ്കിലും മൈനിങ് കണ്ടിന്യൂ ചെയ്യുക. എങ്കിലും ഇവർ ഗ്യാസ് ഫീയോ മറ്റെന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇതിൽ വിഡ്രോ നമ്മൾ കൊടുക്കത്തില്ല. കാരണം ഇത് കുറേ കാര്യങ്ങളിങ്ങനെ പറഞ്ഞിട്ട് പറ്റിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ പോലെയാണ് തോന്നുന്നത്. എങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പിന്നെ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റാണ് യെസ് കോയിനിൽ. ഇതിപ്പോൾ എനിക്കൊന്ന് കഴിഞ്ഞ ദിവസമേ വന്ന ഒരു അപ്ഡേറ്റാണ്. യെസ് കോയിനിൽ വന്നിട്ട് അവരുടെ ഒരു BTC വന്നിട്ട് ഹൾ ടൈം ആയി ടച്ച് ചെയ്തപ്പോൾ ഒരു ഈവൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഡിസംബർ 5 മുതൽ ഡിസംബർ 18 വരെയാണ്. അപ്പോൾ ഇതിലൊരു 3 ദിവസത്തെ സ്ട്രീക്ക് റേറ്റ് നമ്മൾ പിക്കപ്പ് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞാൽ കുറച്ച് BTC സ്കിന്നിങ്ങിനെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല, 3 ദിവസം നമ്മൾ ലോഗിൻ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ടെലഗ്രാം ബോട്ടിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ ടെലഗ്രാം ബോട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഡെയിലി നമുക്ക് ചെയ്യാനുള്ള കുറേ ടാസ്കുകൾ ഇതിലുണ്ട്. അപ്പോൾ ആ ടാസ്കുകളൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്യുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇപ്പോൾ എൻ്റെ ആൾറെഡി ഇതിൽ ബോട്ട് ആക്റ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് ബോട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, എനിക്ക് കോയിൻസൊക്കെ അല്പം കുറവാണ്, കാരണം ഇതിലെ ഡെയിലി ടാസ്കുകളൊക്കെ ഞാൻ ചിലപ്പോഴൊക്കെ ചെയ്യും, ചിലപ്പോഴൊക്കെ വിട്ടുപോകാറുണ്ട്. ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിലുള്ള ഏൺ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ എന്ത് ചെയ്യുക, ഈ ഡെയിലി ടാസ്കുകൾ മാക്സിമം ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് നിങ്ങളുടെ ലെവൽ അപ്പാകുന്നത്. അതുപോലെ തന്നെ
എന്താ പറയുക കൂടുതൽ ടോക്കൺസ് കിട്ടുന്നതും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ എൻ്റെ ലെവൽ 15 കാണാൻ കഴിയും. അതുപോലെ ഈ ലെവലെല്ലാം അപ്പ് ചെയ്യുക. ഇത് കൺഫേം ഒരു ലിസ്റ്റിങ്ങും വിഡ്രോ ഒക്കെ കിട്ടുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ നോക്കുമ്പോൾ BTC 100K എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും. ഇതുപോലെ ആയിരിക്കും നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരുന്നത്. നേരത്തെ അവിടെ അനൗൺസ്മെൻറ്റ് കണ്ടതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതിൽ വന്നിട്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, വലിയ ടാസ്കുകളൊന്നുമില്ല. നേരത്തെ പറഞ്ഞല്ലോ ആ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 3 ദിവസം നമ്മൾ ചെക്ക് ഇൻ ചെയ്യണം. ഇവിടെ ചെക്ക് ഇൻ എന്ന് പറഞ്ഞ് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഇതിന്ന് ആദ്യത്തെ ദിവസമാണ്. ഇത് നിങ്ങൾ നെക്സ്റ്റ് ഡേ ചെയ്യുക, അതിൻ്റെ അടുത്ത ദിവസം ചെയ്യുക. ഇത് 3 ദിവസം ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബിറ്റ് കോയിൻ്റെ ഈ ഒരു സ്കിൻ കിട്ടും. അതല്ല എങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു NFT അങ്ങനെ എന്തെങ്കിലും കിട്ടാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇന്ന് ഞാനിത് ക്ലിക്ക് ചെയ്യുകയാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഡേ ഡൺ ആയിട്ടുണ്ട്. നാളെ മറ്റന്നാളും കൂടെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഓക്കെ ആകും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് ഞാൻ കണ്ടത്. അപ്പോൾ ബാക്കി ആക്റ്റീവായിട്ട് മൈനിങ് ചെയ്യുക. നെക്സ്റ്റ് അപ്ഡേറ്റുകൾ വരുന്നതനുസരിച്ച് വീഡിയോസ് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഫ്രീ ആയിട്ടുള്ള ഏണിങ്സിൻ്റെ ക്രിപ്റ്റോ റിലേറ്റഡ് റെഗുലർ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ലിങ്കുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എസ്കോയിനൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്കും വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. പക്ഷേ നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കണമെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റൊക്കെ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.